ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ഒന്നാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് വന്നു. ഇതിൽ SDEയും പ്രൈവറ്റും ഇംപ്രൂവ്മെൻറ്റും റെഗുലറും എല്ലാം ഉൾപ്പെടുന്നതാണ്. എന്നാൽ കുറച്ച് വിദ്യാർത്ഥികൾക്ക് വിത്ത് ഹെൽഡ് എന്നാണ് കാണിക്കുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ പലതാകാം. മെയിനായിട്ട് നമ്മൾ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഒന്നാമത്തെ കാര്യം കോണ്ടണേഷൻ, രണ്ടാമത്തെ കാര്യം മാൽ പ്രാക്ടീസ് ആണ്. ഓരോ സെമസ്റ്ററിനും നിശ്ചിത അറ്റൻഡൻസ് ഇല്ലെങ്കിൽ കോണ്ടണേഷൻ അടക്കുകയും അതിൻ്റെ പ്രൊസീജിയറുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വിത്ത് ഹെൽഡ് ആവാം. രണ്ടാമത്തെ കാര്യം മാൽ പ്രാക്ടീസ് അഥവാ കോപ്പി അടി. പരീക്ഷയ്ക്കിടെ നിങ്ങൾ കോപ്പി അടിച്ച് ഇൻവിജിലേറ്റർ പിടിച്ചു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സീൻ തന്നെയാണ്. നിങ്ങളുടെ കോപ്പി അടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി നമുക്ക് മെമ്മോ അയക്കും. ആ മെമ്മോ ചിലപ്പോൾ ബൈ പോസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഇമെയിൽ വഴിയാവാം. തുടർന്ന് എൻക്വയറിക്ക് ശേഷം മാത്രമേ റിസൾട്ടിൻ്റെ കാര്യം പറയാനാവൂ. കോണ്ടോണേഷനും പ്രൊസീജിയർ ഉണ്ട്, അതിൻ്റെ മുറയ്ക്ക് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത് അറ്റൻഡൻസ് ഷോർട്ടേജ് ഇല്ലാതെ പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പിന്നെ കോപ്പി അടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊസീജിയർ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് അതിന് മുതിരാതെ മുൻകൂട്ടി പഠിച്ച് മുന്നോട്ട് പോയാൽ കുറേയധികം പ്രശ്നങ്ങൾ ഒഴിവാക്കി കിട്ടും. മെമ്മോ, എൻക്വയറി, DBAR തുടങ്ങിയ പല പ്രൊസീജിയറുമുണ്ട്. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. കോണ്ടണേഷനും മാൽ പ്രാക്ടീസും കൂടാതെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണ് നിങ്ങളുടെ റിസൾട്ട് വിത്ത് ഹെൽഡ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അറിയാവുന്നവർക്ക് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.